മൂന്നിടത്തെ ബി.ജെ.പി. വിജയം കോൺഗ്രസുമായുള്ള ഡീലിന്റെ ഭാഗമെന്നാണ് CPIMന്റെ ആരോപണം. ബി.ജെ.പി. പിടിച്ചെടുത്തതെല്ലാം LDFന്റെ സിറ്റിംഗ് സീറ്റുകളാണെന്നും അത് ഡീലിന്റെ ഭാഗമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മഞ്ചേശ്വരത്ത് തോൽവിക്ക് കാരണം കോൺഗ്രസ് CPIM ഡീലാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്ത് 3 സീറ്റുകൾ BJP നേടിയത് CPIM BJP ഡീലിന്റെ ഭാഗമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. CPIMന്റെ 3 സിറ്റിംഗ് സീറ്റുകൾ വെള്ളിത്തളികയിൽ BJPക്ക് നൽകിയെന്ന് രൂക്ഷ വിമർശനം. 2 മന്ത്രിമാരായിരുന്ന ആളുകളുടെ സീറ്റാണ് പോയത്. ഞാൻ കരുതുന്നത് CPM BJP ഡീലുണ്ടായിരുന്നു. പൂർണ്ണമായി കേരളത്തിൽ നടപ്പായില്ല, പക്ഷെ ചില സ്ഥലങ്ങളിലെങ്കിലും നടപ്പായി. ഒരു വെള്ളിത്തളികയിൽ വെച്ചിട്ടാണ് അവർക്ക് ആ സീറ്റ് കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇരിങ്ങാലക്കുടയിൽ ഉൾപ്പെടെ BJP വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ടെന്നും വോട്ടുകൾ പോയത് കോൺഗ്രസിലേക്കെന്നും CPIM നേതാവ് A. വിജയരാഘവൻ. BJPയുടെ വോട്ടിൽ ഒരു 7000 വോട്ടിന്റെ കുറവാണ് കാണുന്നത് ഈ മണ്ഡലത്തിൽ. ആ 7000 വോട്ട് കൃത്യമായിട്ട് UDF സ്ഥാനാർത്ഥിയുടെ പെട്ടിയിൽ കാണാനുണ്ട്. കൃത്യമായിട്ട് ആ വോട്ടിൻ്റെ ഒരു നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല നമ്മുടേതായ ഒരു രീതിശാസ്ത്രത്തിൽ. അപ്പോൾ കൃത്യമായിട്ട് BJP വോട്ട് കൈമാറ്റം ചെയ്തിരിക്കുന്നത് UDFനാണ്. നിയമമണ്ഡലത്തിലെ BJPയുടെ വിജയത്തിന് പിന്നിൽ കോൺഗ്രസ് BJP ഡീലാണെന്ന് V. ശിവൻകുട്ടി. BJPയും UDFും തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഒരു കൂട്ടുകെട്ടുണ്ട്. അവരുടെ ആ കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ LDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക എന്നുള്ള കാര്യത്തിൽ അവർ രണ്ടുപേരും ഏക അഭിപ്രായമാണ് ഉള്ളത്. മഞ്ചേശ്വരത്തെ തന്റെ തോൽവിക്ക് കാരണം CPIM കോൺഗ്രസ് ഡീലാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ K. സുരേന്ദ്രൻ. ജയാനന്ദയുടെ അദ്ദേഹത്തിന്റെ ബൂത്തിൽ പോലും 19 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അത് ഇങ്ങനെ സംഭവിച്ചു എന്നവരാണ് പറയേണ്ടത്. നല്ല നിലയിൽ വോട്ട് മറിഞ്ഞിട്ട് സാധാരണ ഒരു 2000 വോട്ട് മറിക്കുന്ന പതിവുണ്ട്. ഇത് കയ്യിലുള്ള വോട്ട് മുഴുവൻ മറിക്കുക എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പിന് മുൻപ് കണ്ട സമാന രീതിയിൽ തന്നെയാണ് വോട്ടെണ്ണലിന് ശേഷവും നേതാക്കൾ ഡീൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പല മണ്ഡലങ്ങളിലെയും മുന്നണികളുടെ വോട്ട് വിഹിതം സഹിതമാണ് വീണ്ടും ഡീൽ വിവാദം ശക്തി പ്രാപിക്കുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.